മറിയക്കുട്ടിയെ പോലുള്ള ആളുകള് ഇത് ഇന്ത്യ തന്നെ ജീവിക്കുന്നത് മറിയക്കുട്ടി ഒന്ന് വിചാരിക്കണം. ഈ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. എന്റെ അഭിപ്രായം അങ്ങനെ പറയും. പിണറായിയെ പറ്റി പൊക്കിയിലേ പറയുള്ളൂ. ഇന്ത്യ വേണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആണെന്ന് പിണറായി വിജയൻ. ഇയാള് ശശി തരൂർ ഇവിടെ നിന്ന് ജയിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. കേന്ദ്രത്തിൽ പോയിട്ട് മുണ്ടാതിരിപ്പാണ്. നമ്മളെ 19 മാസം ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുക്കാൻ വന്നപ്പം മറിയക്കുട്ടി എവിടെ പോയി? മറിയക്കുട്ടി എവിടെ പോയി? അപ്പൊ എന്റെ പെൻഷൻ ഭാര്യയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് ഞാൻ കമ്പനി ഉണങ്ങി കൊടുത്തെന്ന് പറഞ്ഞാൽ നാണയല്ലേ നിയമസഭയില്. ഇത് ഭരിക്കുന്ന LDF ആണ്, അല്ല കോൺഗ്രസ് അല്ല അവിടെ ഭരിക്കുന്നത്. അപ്പൊ ചെയ്യും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 21 ദിവസം വെച്ച് ചെയ്തിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ശക്തമായി നടക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതയുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തുകൊണ്ട്? അടിപൊളിയല്ലേ, നല്ല തെരഞ്ഞെടുപ്പ് വരാൻ പോണം. ആണ്. ഇവിടുത്തെ MP ആരാണ്? ഇപ്പൊ നമ്മളെ ശശി തരൂർ. ശശി തരൂർ അടിപൊളിയല്ലേ? അടിപൊളിയാണ്ടി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല. അവിടെ ഡൽഹിയിൽ അടിപൊളിയാണ്, പക്ഷെ ഇവിടെ ഒന്നും ചെയ്യില്ല. ഈ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വന്നതിൽ ശശി തരൂർ ഇവിടെ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. അതങ്ങനെ തന്നെയല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുരൂർ മത്സരം നടക്കപ്പം കാണാം ശശി തരൂർ ഇയാണ്ട് വെള്ളം കുടിച്ച് അവിടെ ജയിച്ചു പോകുള്ളൂ. ഇനി ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ പോലും ശശി തരൂര് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വർക്ക് പോലും ചെയ്യുന്നില്ല. ഇവിടെ ഒരു MP ഉള്ള കാര്യം ആക്കും അറിഞ്ഞൂടെ? ഇപ്പൊ ഇല്ല. ശശി തരൂർ MP ആയി ഇവിടെ മത്സരം ജയിച്ചു പോയി. ഇവിടെ ഇപ്പൊ LDF നല്ല സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിക്കും. എന്നാൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞും വരും. നല്ല ഒരു ക്രിസ്ത്യൻ നല്ലൊരു പയ്യൻ വന്നു കഴിഞ്ഞാൽ LDF വന്നു കഴിഞ്ഞാൽ ഇവിടെ ജയിക്കും. അയ്യേ, അതൊന്നും ഇങ്ങോട്ട് വേണ്ട, അതൊക്കെ കോട്ടയിൽ നിന്നോണ്ടാണ്. എന്ന് വെച്ചാൽ LDF നല്ലൊരു ക്രിസ്ത്യൻ പയ്യൻ വന്നു കഴിഞ്ഞാൽ വന്നാൽ ഇവിടെ ജയിക്കും. ശശി തരൂർ കെട്ടിവെച്ച പൈസ കേട്ടാ, എല്ലാം ശരിയാകാല്ല. എന്താണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്നു. കഴിഞ്ഞ 19 സീറ്റ് ഇപ്പൊ ജയിച്ചോണ്ട് പോകില്ല. ഇപ്പൊ 10 പിടിക്കും. ഇത് അതല്ല 10 കോൺഗ്രസിന് കിട്ടും, 10 LDF. BJPക്ക് എന്തൊരു അതൊക്കെ ഉണ്ട്. വന്ന് ഇയാണ്ട് 3ാം സ്ഥാനം പോകും. നിയമം വേണ്ട BJP പോവും. എന്താ ആരാണെന്ന് അവരല്ലേ പാർട്ടിയിലെ തീരുമാനിക്കും. അതാരാണെന്ന് LDF കൂടി തീരുമാനം എടുത്തല്ലേ ജയിക്കും. ശശി തരൂർ വീട് വിട്ടു. എനിക്ക് ശശി തരൂർ വീഴും. പക്ഷെ ശശി തരൂർ അങ്ങനെ ഒരു MP ഇവിടെ ഇല്ലല്ലോ. നമുക്ക് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു MP ഇല്ല. അയാളെ കാണാനില്ലല്ലോ. അയാൾ ഇവിടെ എന്തെങ്കിലും ആവശ്യം പാടില്ലല്ലോ. നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം വേണ്ട. മകപ്പ ഒരു MP എന്നുണ്ടെങ്കിൽ ഇവിടെ വരണ്ടേ? അപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വരും? ഇവിടെ 20 സീറ്റ് UDF പിടിക്കും. 20 UDF പിടിക്കും. ഒരു തർക്കമില്ല. തിരുവനന്തപുരത്ത് വരും. പക്ഷെ കാര്യം കുറച്ചുകൂടെ തിരുവനന്തപുരത്ത് ഈ തവണ തരൂര് നല്ലതുപോലെ വിയർക്കുന്നാണല്ലോ പറയുന്നത്. അവരിറക്കാൻ പോകുന്നത് കേന്ദ്ര നേതാക്കൾ BJP ഇറക്കാൻ പോകുന്നത് പന്നിൻ രവീന്ദ്രൻ അടക്കമുള്ള ഒരു CPയുടെ നേതാക്കന്മാർ വരും. കേന്ദ്ര നേതാവ് പന്നിൻ രവീന്ദ്രനോ? പന്നിൻ 3ാം സ്ഥാനം. 3ാം സ്ഥാനം ഇവിടുത്തെ MP ആയിരുന്നു അദ്ദേഹം. പിന്നെ എങ്ങനെ 3ാം സ്ഥാനത്ത്? 3ാം സ്ഥാനം വരും. 3ാം സ്ഥാനത്തെ പോത്തുള്ളൂ. അതുപോലെ സുരേഷ് ഗോപി ജയിക്കുകയില്ലേ കേരളത്തിൽ? സുരേഷ് ഗോപി ജയിക്കത്തില്ല. ഇല്ല. ഇതൊക്കെ ഈ താരപ്രഭയൊക്കെ പണ്ട് കേരളത്തിൽ പിടിക്കില്ല. താരപ്രഭയൊന്നും കേരളത്തിൽ പിടിക്കൂല. അവൻ ഇനി കിരീടം അല്ല മറ്റേ ചെങ്കോലുണ്ട്. ഞാൻ എടുത്തോളാന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്ത് പിന്നെ ചേട്ടൻ പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു ക്രൈസ്തവ യുവ നേതാവാണെങ്കിൽ ഇവിടെ ജയിക്കും. CPI വിജയിക്കും. CPI നല്ല അടിപൊളി അവിടെ ജയിച്ചു പോകും. പക്ഷെ ചേട്ടൻ പറയുന്ന ഒരു കാരണം അത് അവർക്ക് അങ്ങനെയല്ല പറയാം. കഴിഞ്ഞ രാഹുൽ ഗാന്ധിനെ കൊണ്ടെടുത്തിട്ട് 20 സീറ്റ് വാങ്ങി 19 സീറ്റ് അവർ അടിച്ചുകൊണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ ഇരിക്കുന്നു?
19 സീറ്റ് വരെ അടിച്ചുകൊണ്ട് പോയിട്ട് പ്രധാനമന്ത്രി ആയില്ല. അത് ശരിയാ. രാഹുൽ ഗാന്ധി മത്സരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റ് നേടിയത്. പക്ഷെ എന്താ അല്ലെങ്കിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടും? അല്ലെങ്കിൽ ഒരു കൂടി പോയി 9-10 സീറ്റായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ അവിടെ ജയിച്ചില്ലല്ലോ. ഒന്ന് മതിയല്ലോ. ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി 19 എംപിമാരുമായിട്ട് എന്താണ് ഇവിടെ? 19 എംപിമാര് പോയിട്ട് മോഡിയുടെ അടുത്ത് ഇവിടത്തെ കേരളത്തിന് എന്തെങ്കിലും ഒന്ന് മാറ്റി അവരെ കൊണ്ട് പറ്റണം. അവരെന്ത് ചെയ്യുന്നു? അവിടെ പാർലമെന്റിൽ നിന്ന് അവര് അണ്ടിപ്പരിപ്പ് തിന്നാൻ മാത്രം കൊള്ളാം. പിന്നെ അവിടെ കോൺഗ്രസ് കൊണ്ട് എന്താ ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം അങ്ങനെ പറയും. പിണറായിയെ പറ്റി പൊക്കിയിലേ പറയുള്ളൂ. പിണറായിയെ പറ്റി പൊക്കിയേ പറയുള്ളൂ. പിന്നെ അവൻ പിണറായിയുടെ അടുത്ത ആളാണ്. വരും. ഇന്ത്യ വേണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആണെന്ന് പിണറായി വിജയൻ. പെൻഷൻ ഉണ്ടോ? പെൻഷൻ 19 മാസത്തെ പെൻഷൻ കൊടുത്ത ഉമ്മൻചാണ്ടി 19 പാവപ്പെട്ടവർ കൊടുത്തില്ല. ഇപ്പൊ 2-3 മാസം പെൻഷൻ കൊടുത്തില്ല. ആരെ ഒന്നും ഇവിടെ മാറില്ല. മനസ്സിലല്ലേ? സപ്ലൈ സാധനം എല്ലാം പൂട്ടി. ഞാൻ ഒരു ഡൗട്ട്. ഇത്തവണ കോൺഗ്രസ് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 മേടിക്കുന്നു. 20 സീറ്റും പിടിക്കും. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഒരു തർക്കമില്ല. ഇവരെ ഭരണത്തിന്റെ നേട്ടം കാണിച്ചു കൊടുക്കും. 20 പിടിക്കും. 20 സീറ്റും പിടിക്കും. ആലപ്പുഴ അടക്കം പിടിക്കും. ഇതൊക്കെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കഥ. 10 സീറ്റ് പിടിക്കും. ഒരു 90-95 സീറ്റ് പിടിച്ച അടുത്തും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവും. വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി ജയിക്കാൻ സാധിക്കുമോ? നമ്മളെ കേരളം വിട്ട് പോയിട്ട് പിന്നെ രാഹുലിനൊന്ന് ജയിക്കാൻ പറ്റുമോ? രാഹുലിനൊന്ന് ജയിച്ച് കാണിപ്പിച്ചു തരാൻ പറ്റുമോ? ചേട്ടൻ പറയുന്നത് എന്താണ്? അടുത്ത തവണ ഇവിടെ ജനങ്ങളെ വിലയിരുത്തുമെന്നാണ് എന്റെ അഭിപ്രായം. 2024 ആര് വിജയിക്കും? എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ വിലയിരുത്തുമെന്നാണ്. ജനങ്ങൾ വിലയിരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ 15 വർഷം കൊണ്ട് ഇപ്പം ഇയാൾ ശശി തരൂർ ഇവിടെ നിന്ന് ജയിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. കേന്ദ്രത്തിൽ പോയിട്ട് മിണ്ടാതിരിപ്പാണ്. നമ്മളെ കേരളത്തിൽ വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സമരത്തോടെ നേടിയെടുക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. ജനങ്ങൾ LDFന് നല്ലൊരു സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുമെന്നുണ്ടെങ്കിൽ ജയിക്കുമെന്നാണ്. LDFനെതിരായിട്ട് വലിയ സമരങ്ങളും ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. പെൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, സബ്സിഡി ഇല്ല, അല്ലെങ്കിൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇപ്പൊ ആണ് വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥത. ഇങ്ങനത്തെ അടിമുടി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തവണ അതൊക്കെ കാര്യമായി ഇടതുപക്ഷത്തിന് ബാധിക്കില്ല. അത് ജനങ്ങൾക്ക് അറിയാം. ഇപ്പോഴൊരു 7 വർഷം കൊണ്ട് നമ്മളെ കേരള സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയം 2 പ്രളയം വന്ന്, നോക്കി വന്ന്, നിപ്പ വന്ന്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു. ആ സമയത്ത് കേരളീയം നടത്തുന്നത് ശരിയാണോ? ദൂർത്ത് നടത്തിയിട്ടില്ലല്ലോ. എന്താണ് ദൂർത്ത് നടത്തിയത്? നവകേരള കയനാവിന്ന് അടുത്തല്ല നവകേരളം നടത്തിയത്. കയനാവിന്ന് അടുത്തല്ല നവകേരളം നടത്തിയത്. ജനങ്ങളെ സർക്കാരിന്റെ കയനാവിന്ന് അടുത്തല്ല ജനകേരളം നടത്തിയത്. അല്ലാതെ പുറത്തുനിന്ന് എടുത്ത ജനങ്ങളെ പുറത്തുനിന്ന് എടുത്ത പൈസകൾ കൊണ്ടാണ് ചെയ്തത്. വിലയിരുത്തിയിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ നമ്മളെ കേരള സർക്കാരിന് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ശരിക്കുള്ള അതുപോയിട്ട് നമുക്ക് ഇവിടെ ഈ കൊറോണ എന്ന സമയത്തും നമ്മൾ സർക്കാരിന് ഒരു വരുമാനം ഇല്ല. കമ്പ്ലീറ്റ് ഉള്ളവർക്കും പെൻഷനും കാര്യങ്ങളും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം എല്ലാം കൊടുത്ത് സർക്കാരിന്റെ ഒരു വരുമാനമില്ല. മറിയക്കുട്ടിയെ പോലുള്ള ആളുകള് ഇത് ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നത് മറിയക്കുട്ടി ഒന്ന് ഉപയോഗിക്കണം. ഈ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എന്ന് ഈ മറിയക്കുട്ടിയെ പോലുള്ള ആള് എന്താണെന്നറിയാമോ? മോഡി 200 രൂപ പെൻഷൻ, കേരളത്തില് 1600 രൂപ പെൻഷൻ ഉള്ളതിൽ 200 രൂപ കേന്ദ്ര സർക്കാരിന്റെ പൈസ അത് ഇപ്പൊ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ. ആ മോഡി ആ മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകൾ 19 മാസം ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുക്കാൻ വന്നപ്പം മറിയക്കുട്ടി എവിടെ പോയി? മറിയക്കുട്ടി എവിടെ പോയി? BJP-യുടെ ഭക്താവൊന്നും മറിയക്കുട്ടി ആവുണ്ടാവില്ല. അതെല്ലാം കൊണ്ടൊന്നും ഇപ്പൊ സുപ്രീം കോടതി കേസ് കൊടുത്തത് ആർക്ക് വേണ്ടി കൊടുത്ത? എന്തിനു വേണ്ടി കൊടുത്ത? കോൺഗ്രസിന്റെ വേദികളിൽ
ഈ മറിയക്കുട്ടിയെ പോലെ 19 മാസം ഉമ്മൻചാണ്ടി പെൻഷൻ എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പം പാവപ്പാട് എഴുതിയപ്പോ വന്നതിന്റെ പിറ്റന്ന് കൊടുത്തു എല്ലാവർക്കും എല്ലാ പെൻഷനും. പിണറായി വിജയൻ ചട്ടിക്കകത്ത് താമസമില്ല, ഉടനെ അകത്തായി പോകും. എത്ര വർഷം കൊണ്ട് പിണറായി ലാബിൻ ഗ്യാസ് മുതൽ ഇങ്ങോട്ട് ലാബിൻ ഗ്യാസ് മുതൽ ഇങ്ങോട്ട് പിണറായിനെ അകത്താക്കാൻ കൂടെ കോൺഗ്രസും BJP-യും കൂടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റമുള്ള ഒരാളെന്ന് പിണറായി വിജയനെ. മോള് വേറെ അപ്പം മോളെ പ്രസിഡന്റ് മോളെ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് അയ്യോ അവിടെ ഫാമിലി അവിടെ വിദ്യാർത്ഥിയാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ, എല്ലാ സമയത്തൊന്നുമില്ല. ഈ ഇലക്ഷൻ സമയത്ത് പിണറായി വിജയന്റെ ഭാര്യ പെൻഷൻ തുക കൊണ്ടാണ് ഒരു കമ്പനി തുടങ്ങി. ഒരു 15 ലക്ഷം രൂപ കൊണ്ടാണ് ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ ഇവനെ നാളെയല്ല നിയമസഭയിൽ പറയാം. ആത്മവിശ്വാസം കൊണ്ടല്ലേ അവർ കോടതിയിൽ പോകുന്നത്. കോടിക്കണക്കിന് ഒരു 100 കോടി രൂപയെങ്കില്ലാതെ ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ല. അപ്പൊ എന്റെ ഭാര്യയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് ഞാൻ കമ്പനി തുടങ്ങി കൊടുത്തെന്ന് പറഞ്ഞാൽ നാളെയല്ല നിയമസഭയിൽ. എന്നാലും നമുക്കറിയാലോ, ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആകുമ്പോൾ എത്ര രൂപ ഉദ്ദേശിക്കും. ശരിയല്ല, 50 ലക്ഷം രൂപ കിട്ടിട്ട് ആ പൈസ കൊണ്ടാണ് എന്റെ മോക്ക് കമ്പനി തുടങ്ങി കൊടുത്തെന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ എഴുതിയിരുന്നോണ്ട്. ഇമെയിലിലൂടെ മാത്രമാണ് ആളുകളോട് ബന്ധപ്പെടുന്നത്, അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് ഒരു ബന്ധം. ജനങ്ങള് ശശി തരൂരിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാര്യം സാധിച്ചു കൊടുക്കും. പോകണ്ട, വെളിയിൽ കിടന്ന് എനിക്ക് തന്നില്ലെന്ന് കൊണ്ടുപോകും അവര്. അതായത് ജനങ്ങൾ MP കാണാത്തത് കൊണ്ടുള്ള കുഴപ്പമാണോ, അല്ലെങ്കിൽ ആൾക്ക് എന്ത് ആവശ്യമുണ്ട് അയാളത് കണ്ടാ ചെയ്തു കൊടുക്കും. പാവപ്പെട്ടവന്റെ അടുത്ത് പോകില്ല. ഇവിടെ ഉന്നതന്മാരുടെ അടുത്താണ് പോണത്. ഇവിടെ പാവപ്പെട്ടവണ്ട്, അയാൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ പാവപ്പെട്ടവൻ. അയാളടുത്ത് അവിടെ ഒന്നും വേണ്ട അവർക്ക്. ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ടവരുടെ അടുത്ത് പോകാറുണ്ട്. ഇപ്പൊ കണ്ടില്ല ഇവിടെ വന്ന് നമ്മളെ പൂച്ചപ്പല മണ്ഡലത്തില് എന്താ ഈ കോൺഗ്രസിന്ന് ഈ മുഖ്യമന്ത്രിയും ഈ 20 മന്ത്രിമാരും ഇന്ത്യ കണ്ട ഈ ആത്യന്മാരല്ലേ ഇങ്ങനെ പാവങ്ങളെ പോയത്. നമ്മളൊന്നും മനസ്സിലാക്കില്ല. ഉമ്മൻചാണ്ടി പോയിട്ടില്ലേ ജനങ്ങളുടെ ഇടയിലേക്ക്? അല്ല, അത് ഉമ്മൻചാണ്ടി മാത്രമാണ്. ഉമ്മൻചാണ്ടി മാത്രം, മറ്റേ 20 മന്ത്രിമാര്, ഒരു ക്യാബിനറ്റ്, ഒരു ക്യാബിനറ്റ്, ഒരു ക്യാബിനറ്റ്, ഒരു ബസ്സിൽ എല്ലാ മന്ത്രിമാരും എല്ലാം കൂടെ ഒരു ബസ്സിൽ പോയി എല്ലാവർക്കും ആക്കാണ് എന്തൊക്കെ വേണം പാവപ്പെട്ടവന് ഒരു അസ്വാഭാവികരുടെ ആളുകൾക്കെല്ലാം. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ബുദ്ധിമുട്ട് അറിയിക്കാനാ പോയത്. ഇല്ല അതൊക്കെ വേറെ ആളും പറഞ്ഞാൽ നവകേരള സദസ് കൊണ്ട് ഒരു ഗുണമില്ല. ഫയല് കെട്ടുകണക്കിന് 6 കണക്കിന് ഫയല് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കളഞ്ഞു ഫയലുകളെ. അപ്പം പരാതിയല്ലേ വാങ്ങിയുള്ളൂ. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലേ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളെ കാണാൻ ഇറങ്ങിയ പരിപാടി കറങ്ങാൻ പോയത് അത് ദൂർത്താണ്. ദൂർത്ത് ലക്ഷക്കണക്കിന് ഒരു ദിവസം തീർത്ത്. അത് ഉമ്മൻചാണ്ടി ചെയ്ത് എങ്ങനെയെന്നറിയാം. ആ ഒറ്റയ്ക്ക് ഇരുന്ന് അർഹരാരുള്ളവർക്ക് അപ്പോഴേ ആ സ്പോട്ടില് അറക്കാം ചെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോട്ട് കൊടുത്തു. ഇതല്ല ഉമ്മൻചാണ്ടി അപ്പഴല്ലേ പൈസ കൊടുത്തു. അങ്ങനെ പറയും പിണറായി വിജയൻ ഒരേ കേരള നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും പരാതി മാറ്റി എനിക്ക് വന്നല്ലോ, ഞാൻ ഒരു പരാതി കൊടുത്തു. എന്റെ പരാതി കിട്ടിയ 3-ാം തീയതി തന്നെ ഈ പരാതി ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരാതിയുടെ അടിയന്തരമായി തന്നെ ഇതിന്റെ നടപടി എടുക്കും. പരിഹരിക്കാൻ വേണ്ടി എല്ലാം ആയിട്ടുണ്ട്. ഇത് ഭരിക്കുന്ന LDF ആണ്, അല്ല കോൺഗ്രസ് അല്ല ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 21 ദിവസം വെച്ച് ചെയ്തിരിക്കും. ചെയ്യും അങ്ങനെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഉണ്ട്. 10 രൂപ കൊടുത്തില്ലേ? 10 രൂപ കൊടുത്തു, 250 പറയാം. നമ്മള് തീർന്നില്ലല്ലോ, അതേ തീർന്നില്ലല്ലോ, ഇനിയുണ്ടല്ലോ, ഇനിയുണ്ട് 2-3 വർഷം ഉണ്ട് ഇനിയും. അപ്പം
പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഒരു പ്രസരിപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടാകും. തിരുവനന്തപുരത്ത് ശക്തമായ രീതിയിൽ ഇടതുപക്ഷം ജയിക്കുന്നതാണ്. ശശി തരൂർ തോറ്റ് അവിടെ BJP 2ാം സ്ഥാനത്ത് വരട്ടെ എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഇല്ല, നമ്മൾ ജയിക്കും, LDF ജയിക്കും. പിന്നെ എന്തുകൊണ്ടാണ് സി ദിവാരം തോറ്റുപോയത്? അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജയിക്കാൻ പറ്റാത്ത ഇടതുപക്ഷം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അല്ല, ഇയാൾക്ക് നല്ലൊരു എതിർപ്പുണ്ട് ശശി തരൂരിന്. എന്തായാലും ചർച്ചകളൊക്കെ ഇത്തരത്തിലുള്ള ചായക്കടകളിലും കവലകളിലും വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുവാൻ പോകുന്നത് ശശി തരൂരാണെങ്കിൽ കുറച്ചു പേർക്കും എന്നാണ് ചേട്ടന്മാർ പറയുന്നത്. അങ്ങനെയല്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനല്ല, മറ്റ് പലർക്കും സാധ്യതകളുണ്ട്. ആരായിരിക്കും എന്നുള്ളതിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ആരാണെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മലർത്തിയടിക്കും. BJP നിലം തൊടിയിക്കില്ല. കേരളത്തിൽ ഒരിടത്ത് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരില്ല എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണ് BJP, 3ാം സ്ഥാനത്താണ് ഇടതുപക്ഷം, 1ാം സ്ഥാനത്താണ് കോൺഗ്രസ്. എന്തായാലും ചർച്ചകൾ മുറുകട്ടെ, ചർച്ചകൾ ആരോഗ്യകരമാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി വരട്ടെ.